കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാദിന വാർഷിക പരിപാടികൾ നടന്നു. 33ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പൂജകൾക്ക് കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി നേതൃത്വം നൽകി. കോഴിക്കോട് അമൃതാനന്ദമയി മഠത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാദിന വാർഷിക പരിപാടികളോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, കറുകഹോമം, നവഗ്രഹ ഹോമം എന്നിവ നടന്നു. കലശപൂജ, ദേവീപൂജ, ലളിതാ സഹസ്രനാമാർച്ചന എന്നിവയും ഉണ്ടായിരുന്നു. ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യ, ബ്രഹ്മചാരി വിനായകാമൃത ചൈതന്യ, ബ്രഹ്മചാരി രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹോമങ്ങളും പൂജകളും നടന്നത്. ചടങ്ങുകൾക്ക് കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി നേതൃത്വം നൽകി. സമൂഹത്തിൻ്റെ ഒക്കെ നന്മയ്ക്കായിട്ടും ഐശ്വര്യവും അഭിവൃദ്ധിയെല്ലാം സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠാകർമ്മമാണ് അമ്മ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ശനി ദോഷ നിവാരണ പൂജയുണ്ട്. അമ്മയുടെ ബ്രഹ്മസ്ഥാനങ്ങളിൽ വളരെ ഏറ്റവും അവസാനം ചെയ്യുന്നൊരു പൂജ അതാണ്, എല്ലാ അമ്മ വരുന്ന സമയത്തു കൂടി. അത് അതിനോടൊപ്പം ഈ പരിപാടി നടക്കുന്നതിനോടൊപ്പം ഈ ശനിദോഷ നിവാരണ പൂജയോടുകൂടിയാണ് ഇതിൻ്റെ സമാപനം വരുന്നത്. വളരെ ഭംഗിയായിട്ട് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനൊക്കെ വരുന്നുണ്ട്. ചാന്ദിനിയും കുമാരി സായി ലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിച്ച യശോദയും കൃഷ്ണനും എന്ന മോഹിനിയാട്ടവും അരങ്ങേറി. കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധുവിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. സുദർശന ഹോമം, ഭഗവതി സേവ, ശനിദോഷ നിവാരണ പൂജ, ഭജന, ആരതി എന്നിവയും ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.